സുഹൃത്തുക്കളെ, ജീവിതത്തിൽ യാത്രയിൽ കണ്ട മനോഹരമായൊരു കാഴ്ച കണ്ട് ഉള്ളു നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു നിമിഷം ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ഡിസ്ട്രിക്റ്റിലെ നാഗലിംഗ് എന്നൊരു ഗ്രാമത്തിൽ നിന്നും മഞ്ഞുമലകൾക്ക് താഴെയുള്ള ബുക്യാൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കുള്ളൊരു യാത്ര. 3 മണിക്കൂർ ഞാൻ ആ മല കയറി. അതായത് കൊടും കാടാണ്, ഗ്രാമവാസികൾ പോകാൻ പാടില്ല പറഞ്ഞു, ഗൈഡിനെ വെക്കാനൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൈസക്ക് പ്രധാനം വരുമ്പോൾ, അതായത് ഗ്രാമവാസികൾ ഗൈഡിനെയൊക്കെ വെക്കണം എന്ന് പറയുമ്പോൾ മനസ്സിന് വിഷമം വരാറുണ്ട്. അവർക്കൊരു ജോലി കൊടുക്കാൻ മടിച്ചിട്ടല്ല, ആ ഒരു സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഒരു വാക്ക് കൊടുത്ത് ഞാൻ ആ മല കയറി. പോകുന്ന ഓരോ യാത്രയിലും പ്രകൃതിയിലെ ശബ്ദങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. വ്യത്യസ്തമായ കാഴ്ചകൾ, ചെറിയ ചെറിയ കായിനങ്ങളുണ്ട്. അവർ പറഞ്ഞത് കരടിയൊക്കെ വരുന്നൊരു സമയമാണ്, കരടി കൂടുതലും കഴിക്കുന്നത് ഇങ്ങനെയുള്ള കായിനങ്ങളാണെന്ന്. അവരെന്നെ പേടിപ്പിച്ചത് സത്യമായൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആ ഒരു സ്ഥലത്തെത്തി കാണുന്നത് എന്താണെന്നറിയോ? സ്വപ്നത്തിലെ ആ ഒരു ജീവിതം എൻ്റെ റിയൽ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്നതാണ്. കുറേ നേരം നടന്ന് ഞാൻ മുകളിലെത്തിയപ്പോൾ കണ്ടത് അത്ഭുതമായിരുന്നു. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ പ്രകൃതി നൽകിയ അത്ഭുതം. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ശരിക്കും ജീവിച്ചതാണോ, ഞാൻ ശരിക്കും ഉണ്ടോ എന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. അത്രമാത്രം ഹൃദയത്തിൻ്റെ താഴ്വരകളിൽ ഭംഗിയേറിക്കുന്ന മനോഹരമായ കാഴ്ച. മുമ്പിൽ നിറയെ മഞ്ഞുമലകൾ, അവിടുന്ന് ഒരു നദി ഒഴുകി പോകുന്നു, താഴ്വരകളൊക്കെ പച്ച നിറഞ്ഞത്, അവിടെ പലതരം കളറുള്ള പൂക്കൾ. ആടുകളെയും കൊണ്ട് ജീവിക്കുന്ന 2 ആൾക്കാരെ കൂടി കണ്ടപ്പം ജീവിതം അവിടെ പൂർണ്ണമായെന്ന് തോന്നി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്, പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് പട്ടണങ്ങളിലാണ്. വളരെ വ്യത്യാസമുണ്ട്. എനിക്ക് ശാന്തത വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആനിമൽസൊക്കെ വന്നു പോകാറുണ്ട്, അവർക്ക് കാവൽക്കാരായി 2-3 ബോട്ടിയ ഡോഗ്സ്. ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യാത്ര എന്ന് പറയുന്നത്. യാത്രയിലാണ് കേട്ടോ നമ്മൾ മനുഷ്യൻ്റെ മറ്റുള്ള വ്യത്യസ്തമായ ജീവിതങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത്. ആ ഒരു യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ? 6 മാസം അവർ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്നും അവർ ശേഖരിച്ച പണം കൊണ്ട് അവർ പട്ടണങ്ങളിൽ പോയി ജീവിക്കും. വീണ്ടും സീസൺ സമയമാകുമ്പോൾ, അതായത് മഞ്ഞ് വീഴ്ച മാറി നല്ല പച്ചപ്പൊക്കെ വരുമ്പോൾ വീണ്ടും അവർ മല കയറി ആടുകളെയും കൊണ്ട് അവർ ജീവിക്കുന്നു. ഇത് തന്നെയാണ് കേട്ടോ യാത്രയിൽ പഠിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എനിക്കെന്തൊക്കെ ഓർമ്മകൾ നിങ്ങളുടെ അടുത്തേക്ക് പറയാനുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ എത്തിച്ചു തരുക? ഒരു ബുക്കായി എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.